സ്മാർട്ട് സിറ്റിയുടെ പേരിൽ തലസ്ഥാനത്ത് നടക്കുന്നത് സ്മാർട്ട് ആകാത്ത വികസനങ്ങളെന്ന് തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെയാണ് റോഡ് പണി ഇഴയാൻ കാരണമെന്നും അദ്ദേഹം വിലയിരുത്തി. വഴുതക്കാട് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്ന സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം വഴുതക്കാട് ഭാഗത്ത് റോഡ് നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രമന്ത്രിയും NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടെത്തി വിലയിരുത്തി. അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് നിർമ്മാണത്തെ അപലപിച്ച മന്ത്രി നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. നമസ്കാരം, ഞാൻ രാജീവ് ചന്ദ്രശേഖറാണ്. ഇതെന്താ ഇംപെഡിമെന്റ് ഇങ്ങനെ സ്ലോ പോകുന്ന എന്താണ് ഏറ്റവും വലിയ റീസൺ? ഇത് സ്പീഡാക്കണം. ഇത് ജനങ്ങൾക്കെല്ലാം ഭയങ്കര പ്രോബ്ലം ആണ്. ഓട്ടോ ഡ്രൈവേഴ്സും ജനങ്ങളെല്ലാം ഇത്. പിന്നെ ഈ രാത്രിയിൽ ഇത് ഭയങ്കര സേഫ്റ്റി പ്രോബ്ലം ഉണ്ടാവും. ആൾക്കാരിങ്ങനെ അത് വാർ ഫുട്ടിങ്ങിൽ ചെയ്യണത്. തുടർന്ന് ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേട്ടറിഞ്ഞു. 4 മാസമായിട്ട് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് കുറച്ച് പ്രായമായ ആൾക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കസ്റ്റമേഴ്സും വരില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് വാർ ഫുട്ടിങ്ങിൽ ചെയ്യാം. രാജ്യത്തെ 100 സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണം നടക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഇവിടെ നടക്കുന്നത് സ്മാർട്ടാകാത്ത വികസനങ്ങളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ സ്മാർട്ട് സിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കാണുമ്പോൾ ഇത് സ്മാർട്ട് അല്ല, അൺസ്മാർട്ട് മാതിരിയാണ് ഈ ഡെവലപ്മെന്റ് നടക്കുന്നത്. 100 സ്മാർട്ട് സിറ്റീസിൽ തിരുവനന്തപുരമാണ് 66ാമത്തെ നമ്പറിലാണ് തിരുവനന്തപുരം. ഞാൻ ഇന്ന് ജനറൽ മാനേജറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു വാർ ഫുട്ടിങ്ങിൽ കംപ്ലീറ്റ് ആവണം. ജനങ്ങൾക്ക് സേഫ്റ്റിയും ഇൻകൺവീനിയൻസ് കാണുന്നില്ലേ? ഈ കടകളെല്ലാം ആൾക്കാർ കസ്റ്റമേഴ്സ് ഒന്നും പോകുന്നില്ല. ഇവിടെ സേഫ്റ്റി പ്രോബ്ലംസും ഉണ്ട്. തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട 12 റോഡുകളാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നവീകരിക്കാൻ ഒരുങ്ങിയത്. ഒരേ സമയം റോഡ് നിർമ്മാണം ആരംഭിച്ചത് വൻ ഗതാഗത കുരുക്കിന് കാരണമായി. ഇതോടെ പ്രതിഷേധവുമായി യാത്രക്കാരും രംഗത്തെത്തി. ജനം, തിരുവനന്തപുരം.